ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാവരും അവിടെ എത്തി ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അതാ നല്ല മന്തിയും ചിക്കൻ കടായും പിന്നെ അതുപോലെ ബീഫ് ബിരിയാണിയും പിന്നെ സാലഡും മയോണൈസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയിമണ് കഴിക്കുന്നത് മന്തിയാട്ടോ. അപ്പോൾ അവൻ എന്താ സാലഡൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ചിക്കൻ കടായും കൂടെ അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ചിക്കൻ കടായി എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ അതാ നല്ല മയോണൈസൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആകെയുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ റുതക്ക് ഇന്ന് 9th ബോർഡ് എക്സാം ആണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് ബേക്ക് കൂടാണ് കേട്ടോ വന്നത്. പിന്നെ ഇതാ സെപ്പറേറ്റ് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഡൈനിങ് ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിവിങ്ങിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും നടുക്കായിട്ട് ഇങ്ങനെ ഒരു വ്യൂ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അയ്മണൊക്കെ നല്ല കളിയാണ് കേട്ടോ. അവന് കുറേ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ്. പിന്നെ ഇതാ ഞാൻ മുകളിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഫുള്ള് ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ ഈ ഒരു വീട് വരുന്നത്. അങ്ങനെ ഇതാ മുകളിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ അങ്ങനെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ താഴേക്ക്. അങ്ങനെ അവസാനം അയ്മണ്ണെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എന്താ മുകളിൽ ബെഡ്റൂമിലായിരുന്നു. അവന് ഗെയിം കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇതൊക്കെ എക്സാം ആയത് കാരണം എനിക്ക് നേരത്തെ ഒന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ലേറ്റ് ആയപ്പോൾ കേട്ടോ ഇവിടുന്ന് പോയത്. പിന്നെ ഇതാ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കുള്ളൊരു എൻട്രൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വൈകുന്നേരം പോരാൻ നേരത്ത് ഞാനും അയ്മണും കൂടെ വാട്ടർമെലൻ്റെ ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.